ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നെയ്യപ്പമാണ്. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ. അത് ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് ഒരു 5 മണിക്കൂറെങ്കിലും അത് കുതിർക്കാൻ വെക്കണം. അതിന് ശേഷം അതിലെ കല്ലെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വാരി ഒരു അരിപ്പയിലേക്കിട്ട് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശർക്കര എടുത്ത് അതൊന്ന് പാനിയാക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലേക്കിട്ട് നമ്മളത് നല്ലതുപോലെ വെള്ളമൊഴിച്ച് പാനിയാക്കണം. ശർക്കര ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കി ഇടണം. എന്നിട്ട് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ അതിന് ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. കുറച്ച് നേരം അത് തണുക്കാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച അരി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് തണുത്ത ശർക്കര പാനി അതിലേക്ക് കുറച്ചൊഴിച്ച് നമ്മളത് മിക്സിയിലടിക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഒരു നുള്ള് എള്ള്, 2-3 ഏലക്കായ, പിന്നെ തേങ്ങാക്കൊത്തെല്ലാം ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഞങ്ങൾ പുറത്തുള്ള അടുപ്പത്താണ് വെച്ചത്. വിറക് കത്തിക്കുന്ന അടുപ്പത്താണ് അത് ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഓരോ തവി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ടാണ് ചുട്ടെടുത്തത്. ഒരു ഗ്ലാസ് അരി അതുകൊണ്ട് നമുക്ക് 7 നെയ്യപ്പേ കിട്ടിയുള്ളൂ. ഒരു ഗ്ലാസ് അരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 7 നെയ്യപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.